അല്ലേ ഒരു ദുഃഖവാർത്ത. എങ്ങനെയാണ് സാറേ അതിനെ എങ്ങനെയാണ് ഇപ്പം മോദി പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ളൊരു തിരിച്ചടി ഉണ്ടാവുന്നതാണ് പോസ്റ്റിലുള്ളത്? അതല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആരെങ്കിലും വന്ന് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ പൗരനാണെങ്കിൽ നമുക്ക് ആ വികാരം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു വിധത്തിലുള്ള സെൻറ്റിമെൻറ്റ്സും എനിക്കില്ല. അതൊരു പട്ടാളക്കാരനായി കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യത്വമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിരപരാധികളായിട്ടുള്ള ആളുകളായി ഞങ്ങൾ പട്ടാളക്കാർ യുദ്ധം ചെയ്യുന്ന സമയത്ത് മരിച്ചു പോകുന്നു. പക്ഷെ അതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ് എൻജോയ് ചെയ്യാൻ വേണ്ടി ചിരിച്ച് കളിക്കാൻ വേണ്ടി പോയിട്ട് കണ്ണീരോടുകൂടി തിരിച്ചു വരുമ്പോൾ ഫാമിലിയെ ഒന്ന് ഓർത്തു നോക്കും. ആ സമയത്ത് നമ്മളുടെ വികാരം എന്ന് പറഞ്ഞാൽ പ്രതികാരം മാത്രമാണ്, അല്ലാതെ വേറെ ഒരു വികാരമില്ല. എൻ്റെ വികാരം അതുതന്നെയായിരിക്കും, നിങ്ങളുടെ എല്ലാവരുടെയും വികാരം അതുതന്നെയാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മുടെ നാട് ഒറ്റക്കെട്ടായി എന്നുള്ളത് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുക, ദാറ്റ്സ് ഓൾ വാട്ട് ഐ വാണ്ട്. തിരിച്ചടി ഉണ്ടാവില്ല സാർ? ഉണ്ടാവണം, ഉണ്ടാവില്ലേ എന്നുള്ളത്, ഉണ്ടാവണം, അതാണ് ആഗ്രഹം. സാറിൻ്റെ ഒരു പോസ്റ്റ് കാണുന്നു, വർഗീയ ധ്രുവീകരണം അതിൻ്റെ ഇടയ്ക്ക് മുതലെടുക്കാൻ നോക്കിയത്. അത് ആ വാക്കല്ലേ അത്? എന്തിനാണ് അവിടെ നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്? ഞാനവിടെ ഭീകരവാദ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഒരിക്കലും ഇതുപോലെ അവർ ചോദിക്കുക, പണ്ട് ചോദിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കാശ്മീർ പണ്ഡിറ്റുകളെ അവിടുത്തെ മുസ്ലിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് അവരെ പിടിച്ചു കൊല്ലാൻ വേണ്ടി ഇവന്മാരത് ചോദിക്കുകയാണ്. പക്ഷെ അതെല്ലാം ആ കാലം കഴിഞ്ഞു. ഇപ്പം ചോദിച്ചതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടായാലും ശരി, ഇത് ഫുൾ ഇന്ത്യയിലിത് അലയടിക്കണം. അപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടെ തല്ലുകൊണ്ടു. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അവരുടെ തീരുമാനമല്ലോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതൊരു അക്രമം പുറത്തുനിന്ന് വരുമ്പോഴും നമ്മളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, തമ്മിലടിപ്പിച്ചാൽ അവരുടെ പണി പകുതിയായി, പിന്നീട് അവർക്ക് ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയാൻ പഠിക്കൂ. അതാണ് വേണ്ടത്. അല്ല ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണെന്നുള്ളത് മാറ്റിക്കൊണ്ട് ഐ ആം എ പ്രൗഡ് ഇന്ത്യൻ എന്നുള്ള പറയാം. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട്. താങ്ക് യു.